ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് പപ്പായയാണ്. പപ്പായ പഴുത്തതാണ്. അതിന് ഒരു പപ്പായ ഹൽവയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: പപ്പായ, കുറച്ച് ശർക്കര, ഒരു 5 ടേബിൾ സ്പൂൺ ശർക്കര, പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ്, കുറച്ച് നട്ട്സ്, ഒരു 2 സ്പൂൺ കോൺഫ്ലോർ. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമുള്ളത്. പാൻ ചൂടാക്കി ആദ്യം നെയ്യ് ഒഴിക്കണം. നെയ്യ് ചൂടാകുമ്പോൾ നട്ട്സ് വറുത്ത് മാറ്റി വയ്ക്കുക. കുറച്ച് വെള്ളത്തിൽ ശർക്കര, ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത്, പാനിയാക്കാൻ വയ്ക്കണം. ശർക്കര ഉരുകി വരുമ്പോൾ, പാനിയാവുമ്പോൾ പപ്പായ ക്രഷ് ചെയ്തത് ചേർക്കുക. ഞാൻ ക്രഷ് ചെയ്ത് അങ്ങനെ ചേർത്തിരിക്കുകയായിരുന്നു ചെയ്തത്. അത് ഉടഞ്ഞു പോവുമല്ലോ, പഴുത്ത പപ്പായല്ലേ, മിക്സിയിലൊന്നും അടിച്ചില്ല. ശർക്കരയും പപ്പായയും നല്ലോണം മിക്സായി. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് പിന്നെയും നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കണം. നെയ്യിൽ നല്ലോണം മിക്സായി കഴിയുമ്പോൾ കോൺഫ്ലോർ പച്ചവെള്ളത്തിൽ കലക്കിയത് ഒഴിക്കണം. കോൺഫ്ലോറിന് കുറച്ചൊരു വേവുണ്ട്. അപ്പോൾ കുറച്ച് നേരം കോൺഫ്ലോർ ഒഴിച്ച് കഴിഞ്ഞിട്ടൊരു 5-6 മിനിറ്റെങ്കിലും ഒന്ന് നല്ലോണം വഴറ്റണം. ഇത് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത് കേട്ടോ. ചിലവർ അരിപ്പൊടിയും ചേർക്കാറുണ്ട്. പിന്നെ നെയ്യ് അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ. ഹൽവ ഏകദേശം റെഡിയായി. കുറച്ച് നട്ട്സ് മേലെ വിതറണം. നല്ല സ്വാദിഷ്ടമായ ഹൽവ റെഡിയായി. ഇത് പപ്പായ ഹൽവയാണെന്ന് ആരും കഴിച്ചു കഴിഞ്ഞാൽ പറയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. റെസിപ്പി ഇഷ്ടമായ ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. Thank you for watching.